അങ്ങനെ കുറേ നാൾക്ക് ശേഷം നമ്മൾ രാവിലെ 6 മണിക്ക് നമ്മുടെ വീടിന്റെ മുന്നിൽ നിൽക്കുക കേട്ടോ. അപ്പൊ ചെറിയ മഴക്കോളും കാര്യങ്ങളൊക്കെ ആയിട്ട് സൂര്യഭഗവാൻ ഇതുവരെ എത്തിയിട്ടില്ല. അങ്ങനെ നീണ്ട ഒരു ഇടവേളയ്ക്ക് ശേഷം സ്കൂൾ ജീവിതം അങ്കുവിന് വീണ്ടും തുടങ്ങുന്നു. വെക്കേഷനൊക്കെ കഴിഞ്ഞു. അപ്പോൾ വീണ്ടും നമ്മുടെ പഴയ ജീവിതത്തിലേക്ക് വെൽക്കം ബാക്ക് ഡിയേഴ്സ്. എന്തൊക്കെയുണ്ട് വിശേഷങ്ങൾ? എല്ലാവർക്കും സുഖമെന്ന് വിശ്വസിക്കുന്നു. അപ്പോൾ മൊത്തത്തിൽ ഇറങ്ങി ഒന്ന് വീക്ഷിച്ചിട്ട് അകത്തോട്ട് കയറുകയാണ്. നമ്മുടെ മോർണിംഗ് ടു ഈവനിങ് നോർമൽ റുട്ടീൻ അത് വീണ്ടും സ്റ്റാർട്ട് ചെയ്യുന്നു. ചെറിയ മഴ രാത്രിയിലുണ്ടായിരുന്നെന്ന് തോന്നുന്നു. നമ്മൾ പുതിയൊരു ഇത് കണ്ടോ, ചവിട്ടി വാങ്ങിച്ചിട്ട് ഫ്രണ്ടിൽ, കാരണം അല്ലെങ്കിൽ ചെളിയും ചവിട്ടി കയറേണ്ടി വരും. സമയം 6-7 ഡിഗ്രി ഉള്ളൂ കേട്ടോ, കാരണം മഴയൊക്കെ ആയതുകൊണ്ട് വലിയ ചൂടൊന്നും ഇല്ല. അപ്പോൾ ഞാനൊന്ന് ഫ്രഷ് ആയിട്ട് കുറച്ച് വെള്ളമൊക്കെ ഇരുന്ന് കുടിച്ചിട്ട് കിച്ചണിലേക്ക് കയറുകയാണ്. അങ്കുവിനെ വിളിച്ചിട്ടുണ്ട്. അങ്ങനെ നമ്മുടെ കിച്ചണിൽ എത്തിയിട്ടുണ്ട്. ബാൽക്കണി വഴി അവിടെയും കൂടെ നോക്കിയില്ലെങ്കിൽ എനിക്കൊരു സമാധാനം ഇല്ല കേട്ടോ. നാട്ടിൽ പോയി എന്താ പറയുക, ഇന്ത്യ കറങ്ങി ഇതെല്ലാം കഴിഞ്ഞിട്ട് നമ്മൾ വന്നപ്പോൾ ആകെ മടിയുണ്ട് കേട്ടോ. അപ്പോൾ എവിടെ എങ്ങനെ എന്ത് തുടങ്ങണം എന്ന് ആകെ കൺഫ്യൂഷനാണ്. പതിവ് പോലെ നമുക്ക് പാല് കാച്ചി എടുക്കുന്നുണ്ട്. പിള്ളേർക്ക് സ്കൂൾ തുടങ്ങുമ്പോഴേ നമുക്കൊരു റുട്ടീൻ വരുന്നേ. അല്ലെങ്കിൽ നമ്മൾ 7:30-7:45 മെല്ലെ എഴുന്നേറ്റിട്ടുള്ള കാര്യമല്ലേ ഉള്ളൂ. അപ്പോൾ പാത്രമൊക്കെ അതേ കഴുകി വെച്ചിട്ടുണ്ട്, അവൻ്റെ ടിഫിനൊക്കെ. 6:30 കഴിഞ്ഞു. അങ്കുവിനെ ഞാൻ വിളിച്ച് ഫ്രണ്ടിലോട്ട് വന്ന് വീണ്ടും അവൻ കിടന്ന് ഉറങ്ങുക. ഇനി വീണ്ടും കുത്തി പൊക്കണം. കുറേ നാൾ കഴിയുമ്പോൾ പെട്ടെന്ന് രാവിലെ എഴുന്നേക്കാൻ അവനൊരു ബുദ്ധിമുട്ട് കാണും. അപ്പം ഞാൻ ശല്യപ്പെടുത്തുന്നില്ല, ഒരു 10 മിനിറ്റും കൂടെ കിടക്കട്ടെ എന്ന് വിചാരിച്ചു. നമ്മുടെ ദോശമാവ് ഫ്രിഡ്ജിൽ ഇരുന്നത് കുറച്ചെടുത്ത് നമുക്ക് തണുപ്പ് മാറാൻ വെച്ചിട്ടുണ്ട്. പിന്നെ രാക്കയുടെ ചിയാ സീഡ് ബ്രേക്ക്ഫാസ്റ്റിൻ്റെ അവിടെ കുതിർത്ത് രാത്രി തന്നെ ഇട്ടിട്ടുണ്ട്. ഇത് പിന്നെ വെയിറ്റ് ലോസ് ഡ്രിങ്ക് രാക്കയ്ക്ക് കുറേ നാളായിട്ട് കുടിക്കുന്നത്, നമ്മുടെ അയമോദകവും ജീരകവും ഉലുവയൊക്കെ ഇട്ട് തിളപ്പിച്ച് വറ്റിക്കുന്ന 1 ഗ്ലാസ് ആക്കിയിട്ടുള്ള വെള്ളം. ദോശ പെട്ടെന്ന് അങ്ങ് ചുട്ടെടുക്കുക കേട്ടോ. ഞാൻ എപ്പോഴും പറഞ്ഞിട്ടുണ്ട്, ടിഫിൻ ബോക്സിൽ ഞാൻ അവന് ഇതുപോലെ മെത്ത ദോശ പോലെയാണ് ചുട്ട് കൊടുക്കുന്നത്. അവന് ശരിക്കും ഗീ റോസ്റ്റ് പോലെ ഇഷ്ടമെങ്കിലും സ്കൂളിൽ കൊണ്ടുപോകുമ്പോൾ അതങ്ങ് മുരണ്ടു പോകും. ഇതിപ്പോൾ ഇങ്ങനെ ആകുമ്പോൾ കുറച്ച് സോഫ്റ്റായിട്ട് തന്നെ ഇരിക്കും, കഴിക്കാൻ ടേസ്റ്റും കാണും. പിന്നെ ഞാൻ കൂടെ എന്താ വെക്കുന്നതെന്ന് വെച്ചാലേ ചിക്കൻ കറി ആട്ടോ. അപ്പോൾ നമ്മുടെ പാത്രങ്ങളൊക്കെ നിരത്തി വെച്ചിട്ടുണ്ട്. ചിക്കൻ കറി തലേദിവസം രാത്രി ഉണ്ടാക്കിയതാണ്. അപ്പോൾ ഞാൻ വെച്ച് കുറച്ച് ലാവിഷായിട്ട് തന്നെ അവന് ഫസ്റ്റേ കൊടുത്ത് ഇടാമല്ലോ എന്ന്. അങ്ങനെ പെട്ടെന്ന് 3-4 ദോശ ചുട്ടെടുക്കുന്നുണ്ട്. ചിക്കനും ഞാൻ പുറത്ത് വെച്ച് ഒന്ന് തണുപ്പ് മാറിയിട്ട് ഒന്ന് ചൂടാക്കി അതും വെച്ച് കൊടുക്കുന്നുണ്ട്. ഒന്ന് ആറിയിട്ടേ ഞാൻ അടച്ചു കൊടുക്കുന്നുള്ളൂ കേട്ടോ, അല്ലെങ്കിൽ പിന്നെ ആവി ഇങ്ങനെ ഇരുന്നിട്ടേ കഴിക്കുമ്പോൾ ഒരു സുഖം കാണത്തില്ല. പിന്നെ സ്നാക്സായിട്ട് കുറച്ച് നട്ട്സും 1 ഡേറ്റ്സും വെച്ച് കൊടുക്കുന്നുണ്ട്, അത് മതിയാവും. ബ്രേക്ക്ഫാസ്റ്റ് അവന് കഴിക്കാൻ ഭയങ്കര മടിയാണെന്ന് ഞാൻ പറഞ്ഞിട്ടുണ്ടല്ലോ. അപ്പോൾ പാലിൽ കുറച്ച് ബോൺവിറ്റ ഇട്ട് എടുത്തിട്ടുണ്ട്. പിന്നെ ഞാൻ കുറച്ച് ചോക്ലേറ്റ് കേക്ക് ഇരുന്നത് കഴിക്കുന്നെങ്കിൽ കഴിക്കട്ടെ എന്ന് വെച്ചാൽ അതും കൊണ്ട് വെക്കുന്നുണ്ട്. നല്ല മഴയായി കേട്ടോ, ഇടിവെട്ടി മഴ. ഇപ്പോൾ RED പിള്ളേരൊക്കെ പോകുന്നുണ്ടേ, അവരുടെ വണ്ടി അവിടെ കിടക്കുന്നത് ഒരുങ്ങി പോകുന്ന കൊടയൊക്കെ പിടിച്ചിട്ട്. മഴയും ഇടി മിന്നലും ഒക്കെ ഉണ്ടേ. അപ്പോൾ സ്കൂൾ തുറന്ന ആദ്യത്തെ ദിവസം തന്നെ നല്ല മഴയൊക്കെ നനഞ്ഞ് തന്നെ പിള്ളേർ പോകേണ്ട ഒരു ഗതിയാണ് ഇന്ന്. കുറച്ച് നല്ലതായിട്ട് മഴ പെയ്യുന്നുണ്ട്, ഇടി മിന്നലും ഒക്കെ ഉണ്ട് കേട്ടോ. ക്യാൻസൽ ഒന്നും ചെയ്യത്തില്ല. അങ്കും അങ്ങനെ എഴുന്നേറ്റ് വന്നിട്ടുണ്ടേ. അപ്പോഴത്തേക്ക് അവൻ്റെ ടിഫിൻ നന്നായിട്ടൊന്ന് ആറി. ഇനി അതൊന്ന് അടച്ച് പാക്ക് ചെയ്ത് കൊടുക്കാം. വെള്ളമൊക്കെ നിറച്ച് വെച്ചിട്ടുണ്ട്. അവൻ പറയുന്നത് എന്താണെന്ന് വെച്ചാൽ മഴയായിട്ട് ചിലപ്പോൾ സ്കൂൾ ക്യാൻസൽ ചെയ്താലോ, അത് കാരണം അമ്മ വാട്സാപ്പിൽ നോക്കിക്കോ മെസ്സേജ് വല്ലതും വരുന്നുണ്ടോ എന്ന്. അവൻ്റെ ആഗ്രഹമേ, അവന് സ്കൂളിൽ പോകുന്ന ഇഷ്ടമേ അല്ലെന്നേ. നമ്മുടെ നാട്ടിലും സ്കൂൾ തുറക്കുമ്പോൾ ജൂണിൽ മഴ തന്നെ അല്ലായിരുന്നു. ഇവിടെ അങ്ങനെയൊന്നും മഴ പെയ്യാത്തയാ. പക്ഷേ ഈ വർഷം എനിക്കറിയത്തില്ല, മൊത്തത്തിൽ ഉൾട്ടയാണ്. അതായത് തല തിരിഞ്ഞിട്ടുള്ള കാര്യങ്ങൾ ഈ പ്രാവശ്യമൊക്കെ. ശരിക്കും സാവൻ എന്ന് പറയുന്നൊരു മാസം വരുന്നേ ഉള്ളൂ, അപ്പോഴാണ് ഈ മഴ വരുന്നത്. ഈ പ്രാവശ്യം നേരത്തെ നല്ല മഴ കിട്ടി ഇവിടെ കേട്ടോ, വലിയ ചൂടും ഇല്ല. അങ്കുതേ ബുക്കൊക്കെ രാത്രി തന്നെ എടുത്ത് വെച്ചിട്ടുണ്ട്. പ്രോജക്റ്റ് കാര്യങ്ങളൊക്കെ ചെയ്തൊക്കെ ഞാൻ കഴിഞ്ഞ വ്ലോഗുകളിലൊക്കെ ഇട്ടിട്ടുണ്ടായിരുന്നല്ലോ. മഴയ്ക്ക് വലിയ ശമനമൊന്നുമില്ല, തിമിർത്ത് പെയ്തുകൊണ്ടിരിക്കുവാണ്. ഇറങ്ങുമ്പോഴൊന്ന് തോന്നാൽ നന്നായിരിക്കും. അപ്പോഴത്തേക്ക് രാക്ക എണ്ണീറ്റ് വന്നു കേട്ടോ. രാക്കയുടെ വെയിറ്റ് ലോസ് ഡ്രിങ്ക് ഇതാണ് ഞാൻ പറഞ്ഞത്, 1 ഗ്ലാസ് ആയിട്ടൊന്ന് വറ്റിച്ചെടുത്തിട്ടുണ്ട്. വെറും വയറ്റിൽ ഇതാ കുടിക്കും. അങ്കു റെഡിയായിട്ട് വന്നിട്ടുണ്ട്. സത്യം പറഞ്ഞാലേ അവന് കുട തുറക്കാൻ അറിയത്തില്ലെന്നേ. അറിയാമോ? മടക്ക് നിവർത്ത്. ഓക്കെ, പഠിച്ച്. ഗുഡ് ബോയ്. ഒന്ന് ആലോചിച്ച് നോക്കിയാൽ കുട നിവർത്ത അറിയത്തില്ല അച്ഛൻ. നനഞ്ഞു പോകല്ലേ.
സൂക്ഷിക്കണേ കൊട, സ്കൂളിൽ ഇട്ടിട്ട് വരരുതേ. വേറൊന്നും കൊണ്ടല്ല കേട്ടോ, ഇവിടെ അങ്ങനെ മഴ പെയ്യാറില്ലല്ലോ. പെയ്താലും അങ്ങനെ അവനെ ഇറങ്ങി നടക്കേണ്ട ഒരു അവസ്ഥ അങ്ങനെ എനിക്ക് ഓർമ്മയിൽ വന്നിട്ടില്ല. മേ ബി അതുകൊണ്ടായിരിക്കും. ചെറിയ ചാറ്റൽ മഴയൊക്കെ ഉണ്ടെങ്കിൽ അവൻ തൊപ്പിയൊക്കെ വെച്ചുകൊണ്ട് ഓടും ട്യൂഷൻ ക്ലാസ്സിലും അവിടെ ഇവിടെയൊക്കെ. എന്തായാലും പഠിപ്പിച്ചു കൊടുത്തു. ഈ മഴയ്ക്ക് കുട കൊടുത്ത് വിട്ടില്ലെങ്കിൽ ദേഹം നനയതാ, തൊപ്പി പോരെ ഇതിന്. പക്ഷെ ഇറങ്ങിയപ്പോൾ ദൈവാധീനം കൊണ്ട് മഴ നന്നായി തോന്നു കേട്ടോ. രാക്കയുടെ ടൈമിനെന്തേ രാക്കയും അങ്ങനെ ഇറങ്ങിയതിന് ശേഷം ഞാൻ എന്താ ചെയ്തതെന്ന് വെച്ചാൽ, നമ്മുടെ മാങ്ങ നന്നായി പഴുത്തിരുന്നുണ്ടായിരുന്നു, നല്ല പഴുത്ത മാങ്ങ. അതിലേക്ക് കുറച്ച് വെള്ളം ഒന്ന് ഒഴിച്ച് നന്നായിട്ട് പൂളി, കാരണം നല്ല പഴുത്തതുണ്ടായിരുന്നു എൻ്റെ കയ്യിൽ. അതിലേക്ക് കുറച്ച് മിൽക്ക് മെയ്ഡാട്ടോ, അതും കൂടെ ഒന്ന് ഒഴിച്ച് കൊടുക്കുന്നുണ്ട്. ഈ സാഷേ പോലെ ആണെങ്കിൽ നമുക്ക് ഫ്രിഡ്ജിൽ നിന്ന് എടുത്ത് ഒഴിക്കാൻ എളുപ്പമാണ്. അല്ലാതെ നമ്മുടെ ആ ടിന്നിലാണെങ്കിൽ വലിയ പാടാണ്, കുറച്ച് കട്ടിയാകും. അപ്പോൾ അത് നന്നായിട്ട് മിക്സിയിലിട്ടൊന്ന് അടിച്ചെടുക്കുകയാണ്. അപ്പോൾ ഞാൻ കുറച്ച് വെള്ളം ഒഴിച്ച ഇതിനാട്ടോ, കുറച്ച് വെള്ളം ഒഴിച്ചു കൊടുത്താൽ മതി. ശരിക്കും ഒരു പൾപ്പായിട്ട് എടുക്കാനാണ്. നല്ല നിറമുള്ള മാങ്ങയും നല്ല മധുരമുള്ള മാങ്ങയും. അപ്പം മിൽക്ക് മെയ്ഡും കൂടെ ചേർത്താൽ പിന്നെ പറയണ്ടല്ലോ, വേറെ പാലോ കൂടുതൽ വെള്ളമോ ഒന്നും ഒഴിച്ചിട്ടില്ല. സംഭവം ഞാൻ അത് ഭയങ്കര ടെംപ്റ്റിംഗ് ആയിരുന്നു. ഞാനപ്പോൾ തന്നെ ഒരു സ്പൂൺ എടുത്തിട്ട് ഒന്ന് ടേസ്റ്റ് ചെയ്തു. എനിക്കൊന്നും പറയാനില്ല, ചുറ്റുമുള്ളത് കാണാൻ പറ്റാത്ത അത്ര ടേസ്റ്റായിരുന്നു. ഞാനിത് പറയുമ്പോൾ പോലും എൻ്റെ വായിൽ നിന്ന് ഇങ്ങനെ വെള്ളം ഇങ്ങനെ വരും, അത്രയ്ക്ക് ടേസ്റ്റായിരുന്നു ഈ മാംഗോ പൾപ്പിന്. അത് ഞാൻ തന്നെ കഴിച്ച് തീർക്കുമെന്ന് വെച്ചിട്ട് അങ്കൂനും രാക്കേക്കും ഒരു പാത്രത്തിലോട്ട് അടച്ച് ഫ്രിഡ്ജിൽ വെച്ചു. ബാക്കിയാണ് ഞാൻ കുടിച്ച് തീർത്തത്. പിന്നെ അടുത്ത ഞാൻ ലഞ്ച് ഉണ്ടാക്കാനായിട്ട് കുറച്ച് വെളിച്ചെണ്ണ നന്നായിട്ടൊന്ന് ചൂടാക്കി എടുത്തു. ഞാൻ തലേദിവസം ചിക്കൻ കറി ഉണ്ടാക്കിയായിരുന്നു. ബാക്കി കുറച്ച് ഞാനിങ്ങനെ ചിക്കൻ പെരട്ടി വെച്ചിട്ടുണ്ടായിരുന്നു ഫ്രൈ ചെയ്യുന്ന രീതിയിൽ. പക്ഷെ ഞാൻ ഫ്രൈ ആയിട്ട് ചെയ്യുന്നില്ല, കുറച്ച് എണ്ണയിൽ ഇതൊന്ന് റോസ്റ്റ് ചെയ്തെടുക്കുന്നേ ഉള്ളൂ. എനിക്ക് അങ്ങനെയാണ് കുറച്ചും കൂടി ഇഷ്ടം. ഒരുപാട് എണ്ണയെ ആകത്തില്ല, എന്നാൽ അതൊരു ടേസ്റ്റും. അത് ഞാൻ കാണിച്ചു തരാം ഞാനിങ്ങനെ സാധാരണ രീതിയിൽ ഉണ്ടാക്കുന്നതാണ്. അപ്പോൾ എണ്ണ ഒരുവിധം നന്നായിട്ട് ചൂടാക്കിയതിന് ശേഷം നമ്മുടെ ഈ ചിക്കൻ്റെ നന്നായിട്ട് തണുപ്പൊക്കെ മാറി രാവിലെ തന്നെ ഞാൻ എടുത്ത് പുറത്ത് വെച്ചിരുന്നേ, അത് ഇതിനകത്തോട്ട് ഇങ്ങനെ ഇട്ട് കൊടുക്കാം. ഞാൻ കുറേ കരിവേപ്പില ഇട്ടിട്ടുണ്ട് കേട്ടോ. ഈ കരിവേപ്പിലയുടെ പ്രത്യേകത വെച്ചാലേ അധികം ഒട്ടി പിടിക്കത്തില്ല. മാത്രമല്ല എന്തായാലും പാത്രത്തിൽ നിന്ന് ഒരുവിധം നമുക്ക് വിട്ട് വരുന്ന രീതിയിൽ ഏത് ഫ്രൈ ചെയ്ത് നിങ്ങൾ മീനൊക്കെ പൊരിക്കുമ്പോഴൊക്കെ ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക. അത് ഈ കരിവേപ്പിലയ്ക്ക് അങ്ങനെ ഒരു മാജിക് ഉണ്ട്. അപ്പോൾ അതിൻ്റെ ഗുണമായിരിക്കും. അപ്പം ഞാൻ അതിൻ്റെ മുകളിലും കുറേ കരിവേപ്പില ഇട്ട് കൊടുത്തിട്ടുണ്ട്. എത്രത്തോളം നമ്മൾ ഇടുന്നോ അത്രത്തോളം നല്ലതാണെന്നല്ലേ പറയുന്നത്, അയണാണ്. എന്നിട്ട് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്യാം. നന്നായിട്ട് റോസ്റ്റായി വന്നിട്ടുണ്ട്. ഒരു സവാള ലാസ്റ്റ് ഞാനൊന്ന് ഇട്ട് കൊടുക്കുന്നുണ്ട്. നന്നായിട്ട് വീണ്ടും ഒന്ന് മിക്സ് ചെയ്ത് ആ സവാളയും കൂടെ ഒന്ന് മുരിഞ്ഞതിന് ശേഷം നമ്മുടെ ചിക്കൻ റോസ്റ്റ് റെഡി. ഈസി ചിക്കൻ റോസ്റ്റ്. അതങ്ങ് അടച്ച് വയ്ക്കാം. ഇത് ലഞ്ചിൻ്റെ ഒരു ഐറ്റമാണേ. അപ്പോൾ ഞാൻ പറഞ്ഞല്ലോ മഴയായിരുന്നു എന്ന്. രാക്കയും കൂടെ ഓഫീസിൽ പോയതിന് ശേഷം തിമിർത്തങ്ങ് പെയ്തു. അപ്പോൾ നമ്മുടെ ഫ്രണ്ടിൽ നിൽക്കുന്ന ചെടിയാണ്, അത് മറിഞ്ഞു വീഴുന്ന രീതിയിൽ ശക്തിക്ക് മഴ പെയ്തു. എന്തായാലും ഇവിടെ വെള്ളം ഇപ്പോൾ കെട്ടത്തില്ല, അപ്പുറത്തോട്ട് അവർ ഹോഡയൊക്കെ ഉള്ളതുകൊണ്ട് അങ്ങ് ഒഴുകി പോയിക്കോളും. നമ്മുടെ ശർമാജിയുടെ കടയിൽ ഞാൻ വിളിച്ച് പറഞ്ഞിട്ടേ മാങ്ങ കൊണ്ടുവരാൻ പറഞ്ഞു. 3 കിലോ, അതായത് 3 ടൈപ്പിലെ മാങ്ങ ഉണ്ടായിരുന്നു, എല്ലാം ഓരോ കിലോ കൊണ്ടുവരാൻ പറഞ്ഞു. പിന്നെ 3 സെറ്റ് കേടും പിന്നെ പഴവും, കാരണം ഇതെപ്പോഴും വേണം. അവർ കട തുറന്ന സമയത്ത് തന്നെ ഞാനിങ്ങനെ പറഞ്ഞുകൊണ്ട് കൊണ്ടുവന്നു കേട്ടോ, കാരണം നമ്മുടെ മാങ്ങയുടെ സ്റ്റോക്ക് കഴിഞ്ഞു. അടുത്തത് ഞാൻ ലഞ്ചിന് എന്താ വെച്ചാൽ അവിയലാണ്. സിമ്പിൾ പച്ചക്കറി അവിയൽ, വെജിറ്റേറിയൻ അവിയൽ. ഞാൻ കഴിഞ്ഞ വ്ലോഗിൽ നമ്മുടെ മീനവിയൽ കാണിച്ചില്ലേ, ഉണക്ക കൊഞ്ചിട്ടിട്ട് കൊഞ്ചവിയൽ, കുറച്ചല്ലേ അത് ഇട്ടിട്ടുണ്ടായിരുന്നുള്ളൂ, എങ്കിൽ ഒരു ടേസ്റ്റ് ആയിരുന്നു. ഇത് നമ്മുടെ സിമ്പിൾ വെജ് അവിയലാണ്. ഒന്നുമില്ല, പച്ചക്കറി വേവിച്ചിട്ട് നമ്മുടെ ഉപ്പും അരപ്പും പച്ച വെളിച്ചെണ്ണയൊക്കെ ഇട്ട് കുഴച്ചങ്ങ് എടുത്തു. അവിയൽ റെഡി ആയിട്ടുണ്ട്. ചിക്കൻ ഞാൻ പുരട്ടി വെച്ചിട്ടുണ്ടല്ലോ, പിന്നെ സെറ്റ് കേടും ചോറും ഇതൊക്കെ തന്നെ ധാരാളം. അപ്പോൾ ഡിയേഴ്സ്, നമ്മുടെ കേരളത്തിലോട്ടുള്ള ട്രിപ്പിൽ നമ്മൾ മഹാരാഷ്ട്ര ഭക്ഷണമൊക്കെ കഴിച്ച് രാവിലെ ഹോട്ടലിൽ നിന്ന് ഇറങ്ങിയത് കാണിച്ചു. നമ്മൾ മഹാരാഷ്ട്രയിലെ കാടുകളിലൂടെയാണ് പോകുന്നത് കേട്ടോ. ഇടയ്ക്കിടയ്ക്ക് ഇങ്ങനെ കാടുകളുണ്ടായിരുന്നു, മഴയും കൂടെ ആയതുകൊണ്ട് നല്ല പച്ചപ്പുമായിരുന്നു. നല്ല എൻജോയ് ചെയ്ത് തന്നെയാണ് പോയത്. അപ്പോൾ നമുക്കിനി ഭക്ഷണം എവിടെയെങ്കിലും കഴിക്കണ്ടേന്ന് വെച്ചിട്ട് ഇങ്ങനെ നോക്കി പോയി ഒരു സ്ഥലത്ത് നിർത്തി. പിന്നെ മെയിൻലി വാഷ്റൂമായിരുന്നു, അപ്പോൾ നല്ല വാഷ്റൂമൊക്കെ ആയിരുന്നു. പക്ഷേ അവിടെ നല്ല തിരക്കായിരുന്നു എന്നേ. അകത്തൊരു റൂമിനകത്തും വെയിറ്റിംഗ് ആയിരുന്നു. അപ്പോൾ കുറേ ടൈം എടുക്കുമെന്ന് വെച്ചിട്ട് ഞങ്ങൾ വിചാരിച്ചു ഇനി ഇവിടെ നിന്നിട്ട് കാര്യമില്ല, കുറേ നേരം വെയിറ്റ് ചെയ്തു എന്നേ. ഏകദേശം ഒരു കാർഡിന് നടക്കാണ്ടായിരിക്കും. ഞങ്ങൾ പിന്നെ വാഷ്റൂമൊക്കെ പോയതുള്ളൂ. ഒരു ഗ്ലാസ് ചായ പോലും കുടിക്കാൻ നമുക്ക് സ്ഥലമില്ല ഉണ്ടായിരുന്നില്ല. ഞങ്ങൾ എന്തായാലും പുറപ്പെട്ടു. വീണ്ടും വേറെ എവിടെയെങ്കിലും ഒന്ന് നിർത്താലോ, നല്ലൊരു സ്ഥലം കാണട്ടെ എന്ന് വിചാരിച്ചു. മാത്രമല്ല നമ്മൾ വാഷ്റൂമിൽ പോയി കഴിഞ്ഞാൽ പിന്നെ ഒരു ആശ്വാസം കിട്ടുമല്ലോ, കുറച്ച് വെള്ളമൊക്കെ കുടിച്ചൊന്ന് റിലാക്സ് ചെയ്യാം, റെസ്റ്റ് ചെയ്യാം.
അങ്ങനെ എന്തായാലും ഞങ്ങൾ ഇതേ ഇങ്ങനെ പോകുമ്പോൾ മഹാരാഷ്ട്ര ശരിക്കും ഗോവ നമ്മൾ കയറാറൊക്കെ ആയി, എന്നാൽ ഗോവ എത്തിയിട്ടില്ല, മഹാരാഷ്ട്ര തന്നെയാണ്. അപ്പോൾ അവിടുത്തെ ഒരു ഗ്രാമത്തിൻ്റെ ശരിക്കും എന്താ പറയുക, നമ്മുടെ നാട്ടിലകത്തോട്ട് പോകുമ്പോൾ ഉള്ള ആ കടകളും കാര്യങ്ങളൊക്കെ പോലെ തന്നെയാണ് എനിക്ക് തോന്നിയത്. അങ്ങനെ അല്ലെങ്കിലും ഓൾമോസ്റ്റ് ആ ചെറിയൊരു കൾച്ചർ ഇങ്ങോട്ട് വരുന്നുണ്ട് കേട്ടോ, ആ ഒരു ബിൽഡിങ്ങിൻ്റെ ഇതും കാര്യങ്ങളും ഒക്കെ. കാരണം നോർത്തിൽ കുറച്ച് അകത്തോട്ട് പോകുമ്പോൾ കട്ട പൂശാറൊന്നുമില്ല കേട്ടോ, കടയായാലും വീടായാലും അങ്ങനെ ഒരു കൾച്ചറാണ്. ഞാൻ ഇവിടെ കുറച്ച് കളർഫുൾ ആണല്ല. ഇവിടുത്തെ ഒരു ബസ് നോക്കിയേ. അങ്ങനെ ഞങ്ങൾ കുറേ കഴിഞ്ഞിട്ടാണ് നമുക്കൊരു നല്ലൊരു റെസ്റ്റോറൻറ്റ് കിട്ടിയത്. അപ്പോഴത്തേക്ക് വലിയ വിശപ്പുണ്ടായിരുന്നില്ല, അതുകൊണ്ടാണ്. അപ്പോൾ ശരിക്കും നമ്മുടെ ലഞ്ച് ടൈം അങ്ങ് കഴിഞ്ഞു. നമ്മുടെ സ്നാക്സ് ടൈം, അവിടെ സ്നാക്സ് ഉണ്ടായിരുന്നുള്ളൂ. പിന്നെ സ്നാക്സ് വാങ്ങിച്ചു. ദേ അങ്കൂനൊരു ബ്രെഡ് ടോസ്റ്റ്, ചീസ് ചിക്കൻ ടോസ്റ്റും ദേ സോസൊക്കെ ഇരിപ്പുണ്ട്. ഞങ്ങൾ സ്നാക്സ് ഓർഡർ ചെയ്ത് നല്ല താമസമായിരുന്നു കേട്ടോ, അവിടെ ഇരുന്ന് വേരിറങ്ങി. 3 കുപ്പി വെള്ളമൊക്കെ അതേ കൊണ്ടുപോകാൻ വാങ്ങിച്ചു വെച്ചിട്ടുണ്ട്. അപ്പോൾ എനിക്ക് ഞാൻ പറഞ്ഞത് മിസൈൽ പാവ കേട്ടോ. ദൈവമേ, എനിക്കത് പറയാൻ അറിയത്തില്ല. എൻ്റെ ജീവിതത്തിൽ ഇത്രയും വൃത്തികെട്ട ഒരു പാവ് ഞാൻ കഴിച്ചിട്ടില്ല. ഒട്ടും ടേസ്റ്റ് ഉണ്ടായിരുന്നില്ല, നിങ്ങൾക്ക് കാണുമ്പോൾ തന്നെ അറിയാമല്ലോ. പിന്നെ ആ ബ്രെഡ് ഓക്കെ ചായയുടെ കൂടെ കഴിച്ചു. ബജിയുടെ കാര്യം കാണാനൊക്കെ നല്ല ടെംപ്റ്റിംഗ് ആയിരുന്നു കേട്ടോ. മുളക് ബജിയും നമ്മുടെ ഓണിയൻ പക്കോടയൊക്കെ ഗ്രീൻ ചട്നിയൊക്കെ കൊണ്ടാണ് വെച്ചത്. പക്ഷേ ടേസ്റ്റ് അത്ര പോരാ. ചായക്ക് പോലും ഒരു ടേസ്റ്റ് ഉണ്ടായിരുന്നില്ല. എനിക്കത് പറയാൻ പറ്റത്തില്ല, ഒരു ടേസ്റ്റ് ഉണ്ടായിരുന്നില്ല കേട്ടോ. എന്താ പറയുക, ഒരു കൈപ്പുണ്യം ഇല്ലാത്തൊരു റെസ്റ്റോറൻ്റ് എന്ന് വേണമെങ്കിൽ പറയാം. സംഭവം ഗംഭീരം, അകത്തോട്ടവർക്ക് റൂംസും ഭയങ്കര യൂണിഫോമുള്ള ആളുകളും ഒക്കെയാണ്. പക്ഷേ എന്തോ ഒരു ടേസ്റ്റും ഇല്ല. ഞാൻ പറഞ്ഞ പോലെ കൈപ്പുണ്യം ഇല്ലാത്ത ഒരു റെസ്റ്റോറൻറ്റ് എന്ന് തന്നെ പറയാം. ശരിക്കും നോർത്തിലോട്ട് പോകുമ്പോൾ ഇങ്ങനെയുള്ള പക്കോടയും ചായയൊക്കെ എന്ത് ടേസ്റ്റാണ്. ഇത് സത്യമായിട്ടും അത്ര പോരായിരുന്നു കേട്ടോ. അതേ നമ്മൾ വീണ്ടും ടണൽ വഴി പോവുക. ഇഷ്ടംപോലെ ടണൽസ് ഉണ്ടായിരുന്നു. ചില ടണലിൽ നല്ല ലൈറ്റ്സ് ഒക്കെ ഉണ്ട്, ചില ഇങ്ങോട്ട് ലൈറ്റ് പോലും ഇല്ല. അതായത് ദേ ഒരെണ്ണം ഞാൻ കാണിച്ചു തരാം, കണ്ടോ, ഇരുട്ടാണ്. എനിക്ക് ടണലിൽ കൂടെ പോകാൻ ഒത്തിരി ഇഷ്ടമാന്നേ. ഇനി നമ്മൾ നിൽക്കാൻ പോകുന്നത് ഗോവയിലാട്ടോ. റൂമൊക്കെ ബുക്ക് ചെയ്തിട്ടുണ്ട്. നേരെ ഗോവയിലോട്ട് വെച്ച് വിടുകയാണ്. ആ ഒരു സന്തോഷമുണ്ട്. മഴ നിന്നിട്ടില്ല, ചാറുക. മറ്റ് വിശേഷങ്ങളെ അടുത്ത വീഡിയോയിൽ കാണുന്നത് വരെ എൻ്റെ എല്ലാ പ്രിയപ്പെട്ട കൂട്ടുകാർക്കും ഒത്തിരി ഒത്തിരി സ്നേഹത്തോടെ താങ്ക് യു സോ മച്ച്. ബൈ ബൈ ഡിയേഴ്സ്.